ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ തെവെനിൻസ് തിയറം അതുപോലെ തന്നെ നോർട്ടൺസ് തിയറം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സൂപ്പർപൊസിഷൻ തിയറം ആയിരിക്കുള്ളൂ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർപൊസിഷൻ തിയറം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ സർക്യൂട്ടിൽ 4 റെസിസ്റ്റേഴ്സ് ഉണ്ട്, ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അതുപോലെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വാല്യൂസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് സോഴ്സ് ഒരു 2 ആമ്പിയറായിട്ട് എടുക്കാം. അതുപോലെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഒരു 5 ഓംസ്, 10 ഓംസ്, 6 ഓംസ്, 5 ഓംസ്, ഒരു 20 വോൾട്ടേജിൻ്റെ വോൾട്ടേജ് സോഴ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. വോൾട്ടേജ് സോഴ്സിന് 20, അതുപോലെ ഓരോന്നിനും ഓരോ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പർപൊസിഷൻ തിയറം പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ഒരു 6 ഓം റെസിസ്റ്ററിൽ കൂടിയുള്ള കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എത്രയാണെന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു 6 ഓം റെസിസ്റ്ററിൽ കൂടിയുള്ള കറണ്ട് എന്ന് പറയുന്നത് ഈ ഒരു 2 ആമ്പിയറിൻ്റെ കറണ്ട് സോഴ്സ് ഇതിന് കൊടുക്കുന്ന കറണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൊടുക്കുന്ന കറണ്ട്, അതായത് ഈ ഒരു ഇത് കൺസിഡർ ചെയ്യാതെ, ഈ ഒരു വോൾട്ടേജ് സോഴ്സ് കൺസിഡർ ചെയ്യാതെ ഈ ഒരു 2 ആമ്പിയർ മാത്രം ഉള്ളപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ ഈ 6 ഓംസ് റെസിസ്റ്ററിൽ കൂടി എത്ര കറണ്ട് ഫ്ലോ ചെയ്യുമോ അത് പ്ലസ്, ഇനി ഈ ഒരു 2 ആമ്പിയറിൻ്റെ കറണ്ട് സോഴ്സ് ഒഴിവാക്കിയിട്ട് ഈ ഒരു 20 വോൾട്ട് മാത്രമുള്ളപ്പോൾ ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിൽ 6 ഓംസിൽ കൂടി എത്ര കറണ്ട് ഫ്ലോ ചെയ്യുമോ ആ ഒരു രണ്ടിൻ്റെയും കൂടി സമ്മിന് ഈക്വൽ ആയിരിക്കുള്ളൂ ഈ ഒരു സർക്യൂട്ടിൽ കൂടി, അതായത് രണ്ടും ഉള്ള സമയത്തുള്ള കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സൂപ്പർപൊസിഷൻ തിയറം പറയുന്നത്. അപ്പോൾ സൂപ്പർപൊസിഷൻ തിയറം പ്രകാരം നമുക്ക് ഈ ഒരു സർക്യൂട്ടിനെ 2 സർക്യൂട്ടായിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെ നമുക്ക് 2 സോഴ്സാണ് ഉള്ളത്. ഒന്നിലധികം സോഴ്സ് വരുമ്പോഴാണ് നമ്മൾ സൂപ്പർപൊസിഷൻ തിയറം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 സോഴ്സ് ഉണ്ട്. ഈ 2 സോഴ്സിൽ നമ്മൾ ആദ്യം കറണ്ട് സോഴ്സ് ഒഴിവാക്കിയിട്ടുള്ള ഈ ഒരു 6 ഓം റെസിസ്റ്ററിൽ കൂടെയുള്ള കറണ്ട് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കും. നമുക്കതിനൊരു I1 ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ അതിനുശേഷം ഈ ഒരു 20 വോൾട്ടിൻ്റെ വോൾട്ടേജ് സോഴ്സ് ഒഴിവാക്കുമ്പോൾ ഈ ഒരു 6 ഓം റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കും. അതിനെ നമുക്ക് I2 എന്ന് എടുക്കാം. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ കൂടി 2 സോഴ്സ് ഉള്ളപ്പോൾ ഉള്ള ടോട്ടൽ കറണ്ട് I = നമുക്ക് I1 + I2 എന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ആദ്യത്തെ സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു 20 വോൾട്ട് മാത്രമായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഒരു 2 ഓംസിനെ നമ്മൾ ഒഴിവാക്കും എന്ന് പറഞ്ഞു. അത് ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് കറണ്ട് സോഴ്സ് ആണുള്ളത്, ഇവിടെ നമുക്ക് വോൾട്ടേജ് സോഴ്സ് ആണുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ വോൾട്ടേജ് സോഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ കറണ്ട് സോഴ്സ് ഒഴിവാക്കും. കറണ്ട് സോഴ്സ് ഒഴിവാക്കുന്നത് ഒരു കറണ്ട് സോഴ്സാണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. അല്ലെങ്കിൽ കറണ്ട് സോഴ്സിൽ നമുക്ക് 0 ആക്കണം. 0 ആക്കാൻ വേണ്ടിയിട്ട് കറണ്ട് സോഴ്സ് ആണെങ്കിൽ നമ്മൾ ഓപ്പൺ സർക്യൂട്ടാണ് ചെയ്യുന്നത്. ഇനി വോൾട്ടേജ് സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വോൾട്ടേജ് സോഴ്സ് ആയിരിക്കുള്ളൂ 0 ആക്കേണ്ടി വരുന്നത്. അപ്പോൾ വോൾട്ടേജ് സോഴ്സിനെ 0 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ആ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആവും. അപ്പോൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം നമ്മളെപ്പോഴും മൈൻഡിൽ വെക്കുക. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു കറണ്ട് സോഴ്സിനെ സെലക്ട് ചെയ്യണം, മറ്റേ കറണ്ട് സോഴ്സിനെ 0 ആക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 20 വോൾട്ടിൻ്റെ സോഴ്സാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് സെലക്ട് 1 സോഴ്സ് ആൻഡ് സെറ്റ് ഓൾ അതർ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ടു 0. ഒരു സോഴ്സ് കൺസിഡർ ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള ഇൻഡിപെൻഡൻറ്റ് സോഴ്സിനേക്കാൾ 0 ആക്കുക. അതാണ് നമ്മൾ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ നിന്ന് നമ്മൾ റീഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 20 വോൾട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു 2 ആമ്പിയറിനെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഒഴിവാക്കുന്നത് എങ്ങനെയാണ്? കറണ്ട് സോഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ടാണ് ഒഴിവാക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനകത്ത് കൂടി കറണ്ട് ഫ്ലോ ഒന്നുമില്ല, വേറെ റെസിസ്റ്റർ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു മെഷ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിനെ നമുക്ക് ഫസ്റ്റ് സോഴ്സ് വെച്ചിട്ട് റീഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
അപ്പോൾ നമ്മൾ അത് റീഡ്രോ ചെയ്തിട്ടുണ്ട് കറണ്ട് സോഴ്സിനെ ഒഴിവാക്കിയിട്ട്. എന്നിട്ട് നമ്മൾ ആ വാല്യൂസൊക്കെ അതുപോലെ തന്നെ കൊടുക്കുന്നുണ്ട്. 20 ohms ആണ്, അതുപോലെ തന്നെ 10 ohms ആണ്, 5 ohms, 6 ohms. ഇനി നമ്മൾ ഈ ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സ് ഉള്ളപ്പോഴത്തേക്കും ഈ ഒരു 6 ohm റെസിസ്റ്ററിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 6 ohm റെസിസ്റ്ററിൽ കൂടെയുള്ള കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ ഒരു കുറച്ചും കൂടി ചെറുതാക്കാൻ വേണ്ട സമയത്ത് ഈ രണ്ട് റെസിസ്റ്ററും ഇതിന് പാരലായിട്ടാണുള്ളത്. അതുപോലെ തന്നെ ആ ഒരു കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നാണ് നമുക്ക് ആ ഒരു കറണ്ട് പോകുന്നത്. ലെറ്റ്സ് സേ നമുക്ക് ഇവിടുന്ന് ഒരു I എന്ന് പറഞ്ഞ കറണ്ട് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. ആ കറണ്ട് ഈ ഒരു 10 ohm റെസിസ്റ്ററിൽ ഫ്ലോ ചെയ്ത് ഇവിടെ വരുമ്പോഴും I എന്ന് പറഞ്ഞ കറണ്ട് തന്നെ ഉണ്ടാവും. ആ ഒരു കറണ്ട് ഈ ഒരു നോഡിൽ വെച്ചിട്ടാണ് സ്പ്ലിറ്റ് ആവുന്നത്. ഈ ഒരു നോഡിൽ വെച്ചിട്ട് സ്പ്ലിറ്റ് ആയിട്ട് താഴത്തോട്ടുള്ള കറണ്ട് I1 ആയിട്ടും അതുപോലെ തന്നെ ഈ ഒരു മെഷിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 ആയിട്ടും സ്പ്ലിറ്റ് ആവും. അപ്പോൾ ഇതിനകത്ത് I1 ഉണ്ട്, ഇതിനകത്ത് കൂടി I2 ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 6 ohmന് പാരലായിട്ടാണ് ഈ ഒരു 5 ohm, ആ 5 ohmന് പാരലായിട്ടാണ് ഈ 5 ohm. അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വലൻറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു 5 ohm സീരീസാണ്. അപ്പോൾ അതിനെ നമുക്ക് 10 ohms എന്ന് എഴുതാം. ആ ഒരു 10 ohmസിൻ്റെ റെസിസ്റ്റർ ഈ ഒരു 6 ohmന് പാരലായിക്കോളും. അപ്പോൾ ആ റെസിസ്റ്റർ സർക്യൂട്ട് നമ്മൾ ഒന്നും കൂടി ചെയ്താക്കി വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 20 വോൾട്ട് ഉണ്ട്. ഇതിൻ്റെ രണ്ടിനും ഇക്വലൻറ്റ് നമ്മൾ 10 ohms എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കുണ്ടായിരുന്ന റെസിസ്റ്റർ 6 ohm റെസിസ്റ്ററും 10 ohm റെസിസ്റ്ററും ഇവിടെ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് I എന്ന് പറയുന്നത്. അപ്പോൾ I കറണ്ട് ഇപ്പോൾ ഇതിൽ കൂടി ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും ഇവിടം വരെ അത് I തന്നെ ആയിരിക്കുള്ളൂ. ഈ ഒരു നോഡിന് ശേഷം അത് I1 ഉം I2 ആയിട്ട് സ്പ്ലിറ്റ് ആവും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 20 വോൾട്ട് ഇതിൻ്റെ ടോട്ടൽ വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ വോൾട്ടേജും ടോട്ടൽ റെസിസ്റ്റൻസും അറിയാമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൂടി ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് എത്രയാണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് I total is equal to V total divided by R total. അപ്പോൾ ഇവിടെ V total എത്രയാണെന്നുള്ളത് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് കൊടുക്കാം I total is equal to V totalൻ്റെ വാല്യൂ ഡയറക്റ്റായിട്ട് 20 എന്ന് തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ ഈ ഒരു 10 ohm റെസിസ്റ്ററും 6 ohm റെസിസ്റ്ററും പാരലായിട്ടാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പാരലായിട്ടുള്ള ഒരു ഇക്വലൻസ് റെസിസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 പാരലാകുമ്പോൾ 10 × 6 ഡിവൈഡഡ് ബൈ 10 + 6 which is equal to 60 ഡിവൈഡഡ് ബൈ 16 എന്ന് വരും. അതിൻ്റെ വാല്യൂ വരുന്നത് 3.75 ആണ്. അപ്പോൾ ഇതിനകത്തുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ നമ്മൾ ആദ്യം ഇക്വലൻ്റ് എടുത്തു. അത് 3.75 കിട്ടിയിട്ടുണ്ട്. ആ 3.75 എന്ന് പറയുന്നത് ഈ ഒരു 10 ohm റെസിസ്റ്റൻസിന് സീരീസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇക്വലൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 10 + 3.75 എന്ന് പറയുമ്പോൾ 13.75 വരും. 13.75. അപ്പോൾ 20 ഡിവൈഡ് ബൈ 13.75 എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂ വരുന്നത് 1.45 ആംപിയർ ആണ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ കൂടി ടോട്ടലായിട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമ്മൾ ഈ പറഞ്ഞ I എന്ന് പറയുന്ന കറണ്ടാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള 1.45 എന്ന് പറയുന്നത്. ഇനി 1.45 10 ohmൽ കൂടി പാസ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ വന്നപ്പോഴും ആ ഒരു 1.45 തന്നെ ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ഇത് രണ്ട് കറണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു 6 ohm റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മുടെ ആദ്യത്തെ കറണ്ട് I1 എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറണ്ട് ഡിവിഷൻ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് റെസിസ്റ്റേഴ്സ് പാരലായിട്ടുണ്ട്, വരുന്ന കറണ്ട് 1.45 ആണ്. അപ്പോൾ ഇതിനകത്ത് കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 6 ohm ആണ്. അപ്പോൾ നെക്സ്റ്റ് റെസിസ്റ്റർ അതായത് I1 ആണ് ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. I1 is equal to 10. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്പോസിറ്റ് റെസിസ്റ്റർ 10 ഡിവൈഡ് ബൈ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സം 10 + 6 ഇൻറ്റു ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് 1.45 ആണ്. 1.45 ഈക്വൽ ടു ഇത് കറണ്ട് ഡിവിഷൻ റൂളാണ്. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 0.906 ആംപിയർ എന്ന് വരും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കറണ്ട് I1 എത്രയാണെന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. I1 അതായത് കറണ്ട് സോഴ്സ് കൺസിഡർ ചെയ്യാതെ വോൾട്ടേജ് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു 6 ohm റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള 0.906 ആംപിയർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പ് 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം പ്രൊസീജിയർ നമ്മൾ
സ്റ്റെപ്പ് സെയിം പ്രൊസീജിയർ നമ്മൾ അടുത്ത വോൾട്ടേജ് സോഴ്സ് വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് മൂന്ന് വോൾട്ടേജ് സോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്നാമത് ഒരു പ്രാവശ്യം കൂടി ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇതൊരു എക്സ്പ്ലനേഷൻ ആയതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് ഈ 2 സോഴ്സ് വെച്ചിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ സെറ്റ് ടു 0 ആക്കും. എന്നിട്ട് ഇത് വെച്ചിട്ടുള്ള ആ ഒരു കറണ്ട് ഫ്ലോ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇതിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടാണ് ഒഴിവാക്കുന്നത്. അതായത് ഇവിടെ വോൾട്ടേജ് സോഴ്സാണ്. വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് സർക്യൂട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വലന്റ് സർക്യൂട്ട് റീഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആ ഒരു സർക്യൂട്ട് വോൾട്ടേജ് സോഴ്സിനെ ഒഴിവാക്കിയിട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് റീഡ്രോ ചെയ്തിട്ടുണ്ട്. സെയിം വാല്യൂസ് തന്നെ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. 5 ഓംസ് ഉണ്ട്, 5 ഓംസ്, 6 ഓംസ്, 10 ഓംസ്, 2 ആംപിയർ. ഇനി നമ്മൾ ഈ ഒരു സർക്യൂട്ടിൽ ഈ ഒരു 6 ഓം റെസിസ്റ്ററിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പോകുന്ന കറണ്ട് ഈ ഒരു 2 ആംപിയർ കറണ്ടാണ്. 2 ആംപിയർ നമുക്ക് ഡയറക്ഷൻ ഉള്ളത് താഴത്തേക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയറക്ഷനിലേക്കാണ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് -2 ആംപിയർ എന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ -2 ആംപിയർ കറണ്ട് ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്നുണ്ട്. ഫ്ലോ ചെയ്ത് ഈ ഒരു നോഡിൽ വരുമ്പോഴത്തേക്കും അത് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. സ്പ്ലിറ്റ് ആയിട്ട് അത് ഇങ്ങോട്ട് ഈ ഒരു 5 ഓം റെസിസ്റ്റൻസിലേക്കും അതുപോലെ ഈ ഒരു ബാക്കിയുള്ള 5 ഓം 10 ഓം ആ ഒരു ബ്രാഞ്ചിലേക്കും സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഒരു 5 ഓം ഒഴിച്ചിട്ടുള്ള ബാക്കി റെസിസ്റ്റൻസിൻ്റെ ഒരു ഇക്വലന്റ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്യൂട്ടിനെ റീഡ്രോ ചെയ്തിട്ടുണ്ട്. റീഡ്രോ ചെയ്തിട്ടുള്ളത് ഈ ഒരു സർക്കിൾ ചെയ്തിട്ടുള്ള പോർഷനിലുള്ള റെസിസ്റ്റൻസിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എടുത്തിട്ട് അത് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ് 8.75 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സർക്യൂട്ട് നമ്മൾ ഇത്തരത്തിൽ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ 2 ബ്രാഞ്ചിൽ കൂടിയുള്ള കറണ്ടാണ്. നമുക്ക് വേണ്ടത് ഈ ഒരു ബ്രാഞ്ചിലേക്ക് എത്തുന്ന കറണ്ടാണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കറണ്ട് ഡിവിഷൻ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കറണ്ട് ഡിവിഷൻ ഫോർമുല വെച്ചിട്ട് നമുക്ക് ഈ ഒരു റെസിസ്റ്ററിന് ക്രോസ് ആയിട്ടുള്ള കറണ്ടാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസിൻ്റെ അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമ്മൾ I2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ I2 = ഇതിനകത്ത് കൂടിയുള്ള കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന റെസിസ്റ്റൻസ് ഇതായിരിക്കുള്ളൂ 5 ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സം എന്ന് പറയുന്നത് 5 + 8.75 ഇൻറ്റു ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് -2 ആംപിയർ ആണ്. -2 വിച്ച് ഈസ് ഈക്വൽ ടു അതിൻ്റെ ആൻസർ വരുന്നത് -0.727 ആംപിയർ ആയിരിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു 7.727 ആംപിയർ ആണ് ഇവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലോ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഈ രണ്ടാമത്തെ നോഡിൽ വെച്ചിട്ട് ആ കറണ്ട് വീണ്ടും സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഈ ഒരു 0.75 തന്നെ നമുക്ക് ഈ ഒരു പോയിന്റിലുണ്ടാവും. അവിടെ നിന്ന് അത് ഈ രണ്ടിലേക്കായിട്ടാണ് സ്പ്ലിറ്റ് ആവുന്നത്. സ്പ്ലിറ്റ് ആവുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 6 ഓമും ഈ ഒരു 10 ഓംസും പാരലായിക്കോളും. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കണക്ട് ചെയ്ത് അങ്ങനെ വരക്കാമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും പാരലായിക്കോളും. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു 6 ഓം റെസിസ്റ്ററിൽ കൂടെയുള്ള കറണ്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് വീണ്ടും ഈ ഒരു കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ശരിക്കും നമ്മുടെ I2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട I2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോട്ടൽ കറണ്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്കിപ്പോൾ തൽക്കാലം I3 ആയിട്ട് കൺസിഡർ ചെയ്യാം ആ ഒരു കാൽക്കുലേഷൻ സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് I2 അല്ലെങ്കിൽ ഒരു 6 ഓം റെസിസ്റ്ററിൽ കൂടിയുള്ള വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കറണ്ടാണ് -0.727 എന്ന് പറയുന്നത്. ഉള്ള 2 റെസിസ്റ്ററാണ് 10 ഓംസും 6 ഓംസും. അതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 6 ഓംസ് ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്നത് 10 ഓംസ് ആയിരിക്കുള്ളൂ. അപ്പോൾ 10 / ഇതിൻ്റെ രണ്ടിനും കൂടി സം എന്ന് പറയുമ്പോഴത്തേക്കും 10 + 6 ഇൻറ്റു വരുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് 0.727 ആംപിയർ ആണ്. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ വരുന്നത് -0.454 ആംപിയർ എന്നായിരിക്കുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ 2 കറണ്ട്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നൊരു 0.906 ആംപിയർ വിച്ച് ഈസ് നമ്മൾ ഈ ഒരു 20 വോൾട്ടിൻ്റെ വോൾട്ടേജ് സോഴ്സ് മാത്രം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ കറണ്ടാണ്. അല്ലെങ്കിൽ ആ സമയത്ത് 6 ഓമിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഈ ഒരു 0.906 ആംപിയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വോൾട്ടേജ് സോഴ്സ് കൺസിഡർ ചെയ്യാതെ ഈ ഒരു കറണ്ട് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്തപ്പോൾ ഈ ഒരു 6 ഓം റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്തിട്ടുള്ള കറണ്ടാണ് ഈ പറഞ്ഞ -0.454 ആംപിയർ എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പർപൊസിഷൻ തിയറം പ്രകാരം നമുക്ക് ടോട്ടൽ കറണ്ട് വരുന്നത് I = ഈ 2 സമയത്ത് ചെയ്തപ്പോൾ കിട്ടിയ കറണ്ട് അത് നമ്മൾ രണ്ടിനും I1 എന്നും ആദ്യത്തേന് I1 ആയിട്ടും രണ്ടാമത്തേന് I2 ആയിട്ട് എടുക്കുന്നത്. ഈ ഒരു I1 + I2 ആയിരിക്കുള്ളൂ ടോട്ടലായിട്ട് ഇതിനകത്ത് കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ വാല്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ I = ആദ്യത്തേത് 0.906 ആയിരുന്നു പ്ലസ് രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് -0.454 ആണ്. അപ്പോൾ -0.454 = അപ്പോൾ ഇത് നമുക്ക് മൈനസ് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആയിക്കോളൂ വിച്ച് ഈസ് ഈക്വൽ ടു 0.454
452 ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഈ ഒരു 6 ഓം റെസിസ്റ്ററിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത്. ആ ഒരു കറണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പല മെത്തേഡ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് സൂപ്പർപൊസിഷൻ തിയറം വെച്ചിട്ട് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇക്വലന്റ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണെങ്കിലും കറണ്ട് ഡിവിഷൻ ഫോർമുല വെച്ചിട്ട് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.